നിഷാദ്, ഏറ്റവും ഒടുവിൽ ഈ സമഗ്ര അന്വേഷണത്തിലേക്ക് തന്നെ ഹൈക്കോടതിയും കടന്നു. ഇന്ന് ദേവസ്വം വിജിലൻസ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഹൈക്കോടതി നിയോഗിച്ചത്. ADGP H. വെങ്കടേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത് അന്വേഷിക്കുന്നത്. പ്രധാനമായിട്ടും അവർ പോകുന്നത് ഈ 2019 ആ ദുരൂഹമായിട്ടുള്ള ഇടപാടുകൾ സംബന്ധിച്ചിട്ടുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതായത് അന്ന് ദേവസ്വം പ്രസിഡന്റായിരുന്ന A. പത്മകുമാർ അടക്കമുള്ളവർ ഇനി പേടിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഇക്കാര്യത്തിൽ സംഭവിച്ചു എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യം നീ പറയുന്നവർക്കൊക്കെ തന്നെ വേണ്ടിവരും. കാരണം FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതി ചേർക്കാൻ പറ്റുന്ന അധികാരമുള്ള ടീമാണ് ഇനിയിപ്പോൾ അന്വേഷിക്കാൻ പോകുന്നത്. ദേവസ്വം വിജിലൻസിന് അവർക്ക് അധികാരമില്ലായിരുന്നു. അവർക്ക് അന്വേഷണം നടത്തുക എന്നുള്ള കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ തന്നെ ഹൈക്കോടതി ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അന്ന് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുമ്പോൾ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കടക്കം ഇനി ഭയപ്പെടേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ് സ്വർണം പൊതിഞ്ഞ പാളി ചെമ്പായി മാറിയത് എന്ന് ഉത്തരവ് ഇറക്കിയത്? അതിനൊക്കെയുള്ള വ്യക്തത ഇനി വരുത്തേണ്ടി വരും. കൃത്യമായിട്ടുള്ള അന്വേഷണ സംഘം, അതായത് ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ ADGP ആണ് H. വെങ്കടേഷ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ തന്നെ വലിയൊരു ഉന്നതതല സംഘം തന്നെ ഈ ഒരു വിഷയം അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിക്കുമ്പോൾ അത്രയും ഗൗരവമായിട്ട് ഈ വിഷയത്തെ ഹൈക്കോടതി കാണുന്നു എന്നതിന്റെ തെളിവ് തന്നെയാണ്. ഇനി ഈ ദേവസ്വം വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പ്രധാനമായിട്ടുള്ള കണ്ടെത്തലുകൾ, അത് ഒന്ന്, ഈ അന്ന് ചെമ്പ് പാളി എന്ന് ഉദ്യോഗസ്ഥർ എഴുതിയത് അത് അബദ്ധത്തിൽ പറ്റിപ്പോയെന്നുള്ള മൊഴിയൊക്കെ ഉദ്യോഗസ്ഥ ഭാഗത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അന്ന് കൊണ്ടുപോയത് സ്വർണം പൊതിഞ്ഞ പാളി എന്നുള്ള കാര്യം വിശദമായിട്ട് റിപ്പോർട്ടിൽ ദേവസ്വം വിജിലൻസ് എഴുതിയിട്ടുണ്ട്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് ഹൈക്കോടതി എത്തിയുള്ള കാര്യം സംശയമില്ല. ഇനി ഏത് രീതിയിലായിരിക്കും അന്വേഷണം? ഒന്ന്, ഇപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെയാണ്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രമായിട്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേന്ദ്രീകരിക്കില്ല. അവരുടെ അന്വേഷണം വിശാലമായിട്ടുള്ള രീതിയിൽ തന്നെയായിരിക്കും അന്വേഷണം. 1998 സെപ്റ്റംബറിൽ അന്ന് UB ഗ്രൂപ്പിന് വേണ്ടി വിജയ് മല്യ നൽകിയ 30.3 കിലോ സ്വർണം ഈ ശബരിമല സന്നിധാനത്ത്, ശബരിമല ശ്രീകോവിലിൽ പൂശിയത് തൊട്ട് ഈ 2025 വരെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം പരിശോധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിൽ ഏറ്റവും കൂടുതൽ അന്വേഷണം വരാൻ പോകുന്നത് 2019 കാലഘട്ടത്തിൽ തന്നെയാണ്. A. പത്മകുമാർ ദേവസ്വം പ്രസിഡന്റായ സമയത്താണ് ഈ പറയുന്ന സ്വർണ്ണപ്പാളി വിവാദങ്ങൾക്കൊക്കെ തുടക്കം. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം, A. പത്മകുമാറിന്റെ കാലഘട്ടം കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കും അന്വേഷണത്തിന്റെ ആദ്യ പടി നീങ്ങുക എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഉണ്ണികൃഷ്ണൻ പോറ്റി, അദ്ദേഹത്തിന്റെ മറ്റ് സ്പോൺസർമാരായിട്ടുള്ള അനന്ത സുബ്രഹ്മണ്യൻ, രമേശ്, അന്നത്തെ ദേവസ്വം പ്രസിഡന്റ്, ദേവസ്വം മന്ത്രി, അന്നത്തെ ഉദ്യോഗസ്ഥർ, എക്സിക്യൂട്ടീവ് ഓഫീസർ, തിരുവാഭരണം കമ്മീഷണർ തൊട്ട് എല്ലാ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും അടക്കം ഈ അന്വേഷണ പരിധിയിൽ കൊണ്ടുവന്നുള്ള ഒരു അന്വേഷണം തന്നെയായിരിക്കും ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായിട്ട് നടക്കാൻ പോകുന്നത്. സ്വർണ്ണപ്പാളി കൊടുത്തു വിട്ടിട്ട് പകരം ചെമ്പ് പാളി വലിയ ടാസ്കാണ്. വലിയ ലക്ഷ്യങ്ങളാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ മുമ്പിലുള്ളത്. അത് പല ആളുകൾക്കും നെഞ്ചിടിപ്പുണ്ടാക്കുന്ന ഒന്നാണെന്ന് കൂടി സനൂപ് പറയുകയാണ്. സെയ്ഫ് സൈൻലാബ്ദീൻ കൂടി തിരുവനന്തപുരത്തും. സെയ്ഫ്, ഈ ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയമായി ഒരു എഡ്ജ് ഉണ്ടാക്കിയെന്ന് സർക്കാർ സമാശ്വാസത്തോടെ ഇരിക്കുന്ന ഘട്ടത്തിലാണ് ഈ സ്വർണ്ണപ്പാളി വിഷയം ഉയർന്നു വരുന്നത്. അത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല എന്നതിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കാരണം സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാണെന്ന രേഖ ദേവസ്വം ബോർഡ് പുറത്തിറക്കി കൊടുക്കുകയാണ് അയാൾക്ക് വേണ്ടി. എന്ന് വെച്ചാൽ അതിനകത്ത് ഗുരുതരമായ അഴിമതിയുടെ ക്രമക്കേടിന്റെ സാധ്യതകളിലേക്ക് വാതിൽ തുറക്കുകയാണ്. സോ ഗവൺമെന്റ് വീണ്ടും ഒരു പ്രതിസന്ധിയെ നേരിടുകയാണോ ശബരിമലയുമായി ബന്ധപ്പെട്ട്? അതുകൊണ്ട് വേഗത്തിൽ ഇൻവെസ്റ്റിഗേഷൻ പൂർത്തിയാക്കി അതിനെ മറികടക്കാനായിരിക്കുമോ സർക്കാർ ശ്രമിക്കുന്നുണ്ടാവുക? സൂചിപ്പിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന സർക്കാർ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് ഈ ഘട്ടത്തിൽ. ശബരിമല തൊട്ടാൽ പൊള്ളുന്ന വിഷയമാണെന്ന് CPM-ന് ബോധ്യപ്പെട്ടിട്ട് വർഷങ്ങളായിട്ടുണ്ട്. അത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയം മുതൽ CPM-ന് ഇതുവരെ അത് ബോധ്യമുണ്ട്. അത് തൊട്ടാൽ പൊള്ളും, അത് പൊള്ളിയാൽ പിന്നെ ഉണങ്ങത്തുമില്ല എന്നുള്ള ബോധ്യം CPM-ന് ഉണ്ട്. അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന വലിയ പരിപാടി സംഘടിപ്പിക്കുകയും CPM-മായി കഴിഞ്ഞ 9 വർഷക്കാലം പിണക്കത്തിലായിരുന്ന പെരുന്നയിലെ സുകുമാരൻ നായർ അനുകൂലമായ നിലപാട് സംസ്ഥാന സർക്കാരിന് ചേർന്നുകൊണ്ട് സ്വീകരിക്കുകയും SNDP-യുടെ പിന്തുണ ഉണ്ടാവുകയെല്ലാം ചെയ്തത്. അതിനകത്തൊരു ചെറിയ എഡ്ജ് CPM-ന് ഇടതുമുന്നണിക്ക് കിട്ടിയിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ സ്വർണ്ണപ്പാളി വിവാദം ഇങ്ങനെ ഓരോ ദിവസവും കത്തിപ്പടർന്ന് വരുന്നത്. ഇതിനകത്ത് പലതരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ബോധ്യം സംസ്ഥാന സർക്കാരിനുണ്ട്. അത് 2019 സംഭവിക്കുന്നത്. 2019 ഇടതുമുന്നണി സർക്കാർ തന്നെയാണ് ഭരിക്കുന്നത്. അതേസമയം ഇത് നിഷാദ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദേവസ്വം ബോർഡിന്റെ ആ രേഖയിൽ അത് ചെമ്പായിരുന്നു എന്ന് എഴുതി ചേർക്കുന്നത് എങ്ങനെയാണ്? അത് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മാത്രം നടത്താൻ കഴിയുന്ന കാര്യമല്ല. അതിനകത്ത് ഉദ്യോഗസ്ഥരുടെ സഹായം അതിനകത്ത് ലഭിച്ചിട്ടുണ്ട്.
ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിന്റെ ഏതെങ്കിലും മറ്റാൾക്കാർക്ക് അതിനകത്ത് ബന്ധമുണ്ടോ എന്ന കാര്യം വിശദമായി തന്നെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇനിയിപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്യാൻ പോകുന്നത് ക്രമസമാധാന ചുമതലയുള്ള ADGP H വെങ്കടേഷിന് തന്നെയാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രത്യേക സംഘത്തെ ഇതിനുവേണ്ടി രൂപീകരിക്കുകയും അതിവേഗത്തിൽ ഇതിന്റെ അന്വേഷണം പൂർത്തീകരിക്കുകയും ചെയ്യും. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ മാസം അവസാനത്തോടു കൂടി അല്ലെങ്കിൽ അടുത്ത മാസം ആദ്യം പ്രഖ്യാപിക്കും. അതിനിടയിലേക്ക് ഈ ശബരിമല കൂടി വന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ, ഈ സ്വർണ്ണപ്പാളിയൊക്കെ വന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന തിരിച്ചറിയെക്കുറിച്ച് കൃത്യമായ ബോധ്യം CPM നേതൃത്വത്തിന് ഉണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയേക്കാം വേഗത്തിൽ തന്നെ അന്വേഷണം പൂർത്തിയാക്കണം എന്നുള്ളത്. 2 ആഴ്ചയിൽ കൂടുതൽ എന്തായാലും പോകില്ല എന്നാണ് നമ്മൾ ഇപ്പോൾ അല്പസമയം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. വേഗത്തിൽ പൂർത്തീകരിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് അവർക്ക് ഉള്ളത്. അതുകൊണ്ട് 2 ആഴ്ചക്കുള്ളിൽ എങ്കിലും ആ അന്വേഷണം പൂർത്തീകരിച്ച് ഇതിനകത്ത് ആർക്കാണോ തെറ്റുപറ്റിയത്, അതിനകത്തൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി CPM-കാർക്കാണ് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ പോലും അതിനകത്ത് നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം ശബരിമലയാണ്, തൊട്ടാൽ പൊള്ളിയാൽ ഉണങ്ങില്ല എന്ന ബോധ്യം CPM-ന് ഉള്ളത് കൊണ്ട് CPM-കാർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ പോലും നടപടിയെടുക്കാനുള്ള തീരുമാനത്തിലേക്ക് നേതൃത്വം എത്തിച്ചേരും, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ എത്തിച്ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിനകത്ത് പ്രതിപക്ഷം ഇന്നിപ്പോ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ കാണും. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തവണ കുഴപ്പക്കാരനാണെന്ന് കണ്ടെത്തിയ ശേഷം പിന്നെയും അദ്ദേഹത്തിന് അവസരം കൊടുക്കുന്നു. ഒന്ന്, അദ്ദേഹത്തിന് വേണ്ടി സ്വർണ്ണപ്പാളി ചെമ്പുപാളിയാക്കി രേഖയുണ്ടാക്കി പേപ്പർ ഇറക്കി കൊടുക്കുന്നു. ഇവയെല്ലാം എത്തുന്നത് ഉന്നത കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിലേക്കാണ്. എന്നുവെച്ചാൽ പ്രതിപക്ഷത്തിന് രാഷ്ട്രീയമായി നല്ലവണ്ണം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം, ഡയറക്റ്റ് ഗവൺമെന്റിനെയും ദേവസ്വം ബോർഡിന് തലപ്പത്തിരിക്കുന്ന CPM-കാരെയും ആക്രമിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഉറപ്പായിട്ടും ഒരു സംശയമില്ല നിഷാദ്. കാരണം ഈ ശബരിമല വിഷയം ആദ്യം, ഈ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം ആദ്യം ഉയർത്തുന്നത് BJP ആയിരുന്നു. അതിന്റെ ഗുണഭോക്താക്കളായി വന്നത് ആരാണ്? പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് അന്ന് വലിയ രീതിയിലുള്ള സമരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും സമരരംഗത്തുണ്ടായിരുന്നത് NSS, BJP, മറ്റ് സംഘടനകൾ, ഹൈന്ദവ സംഘടനകളും ഒക്കെയാണ്. പക്ഷെ അതിന് ഗുണഭോക്താക്കളായി വന്നിട്ടുള്ളത് മുഴുവൻ അത് കോൺഗ്രസ് ആണ്, UDF ആണ്. അത് കൃത്യമായ ബോധ്യം UDF-നുണ്ട്. അതുകൊണ്ട് അവരുടെ കയ്യിൽ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിനകത്ത് പലതരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്ന കാര്യത്തിലും സംശയമില്ല. കാരണം ഇത് ചെമ്പുപാളിയാണെന്ന് എഴുതി കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്ത് വലിയ രീതിയിലുള്ള ഗുരുതരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി വെറും ഒരു ചെറിയ മീനല്ല എന്നുള്ളതാണ് നമുക്ക് സർക്കാർ വൃത്തങ്ങളുമായി ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പരസ്യമായി അദ്ദേഹത്തെ ഇങ്ങനെ തള്ളിപ്പറയുന്നത്. പക്ഷെ അങ്ങനെ തള്ളിപ്പറയുമ്പോഴും അതിന് പിന്നിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം അത് ഒതുങ്ങി അവിടെ നിൽക്കില്ല. അവിടെ നിന്ന് അതിങ്ങനെ പല ആൾക്കാരിലേക്കും പോകും, മുകളിലേക്കുള്ള പല ആൾക്കാരിലേക്കും പോകും എന്നുള്ളത് വസ്തുതയാണ്. കാരണം അദ്ദേഹത്തിന്റെ ശരീരഭാഷ, ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞ 2-3 ദിവസമായിട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന നിഷാദ് കേട്ടിട്ടുണ്ടാവും. അദ്ദേഹത്തിന്റെ ഒരു ശരീരഭാഷ അമ്മാതിരി കോൺഫിഡൻസ് ആണ്. ഒരു സെക്കൻഡ് സൈഫ്, അഹമ്മദ് മുസ്തഫ ഒരിക്കൽ കൂടി കൊച്ചിയിൽ നിന്ന്. മുസ്തഫ, ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം കിട്ടുന്നുണ്ടോ? ഇതൊരു സ്വർണ്ണ കവർച്ചയാണ് എന്ന് പറയുകയാണോ വിജിലൻസ്? നിലവിൽ സമഗ്രമായ ഒരു അന്വേഷണത്തിലേക്ക് പോകണമെന്നാണ് ദേവസ്വം വിജിലൻസ് കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് പ്രാഥമികമായി അന്വേഷണത്തിൽ ദേവസ്വം വിജിലൻസിനെ കൊണ്ട് മാത്രം അന്വേഷിക്കുന്ന ആ ഒരു പരിധിയിൽ നിന്ന് മാത്രം അന്വേഷിക്കേണ്ട കാര്യമല്ല, കുറെ കൂടി വളരെ ഗൗരവമായ സ്വഭാവത്തിലുള്ള അന്വേഷണം വേണമെന്ന് ദേവസ്വം ബെഞ്ചും അതോടൊപ്പം തന്നെ സർക്കാരും ഇന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു ADGP തലത്തിലുള്ള ഒരു അന്വേഷണമാണ് സർക്കാരും ദേവസ്വം ബെഞ്ചും ഇന്ന് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്തുള്ള അന്വേഷണത്തിൽ കുറെ കൂടി ഒരു അന്തിമ റിപ്പോർട്ട് വരാനുണ്ട്. അത് അടുത്ത വെള്ളിയാഴ്ച ആയിരിക്കും അന്തിമ റിപ്പോർട്ട് കോടതിയിൽ വരിക. ഈ ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട്, ഇതിപ്പോൾ പ്രാഥമികമായ ഒരു അന്വേഷണം മാത്രമാണ് ഈ നിലക്ക് നടക്കുന്നത്. അതിന്റെ ഒരു അന്തിമ റിപ്പോർട്ട് അടുത്ത വെള്ളിയാഴ്ച വന്നതിന് ശേഷം ആ റിപ്പോർട്ട് കൂടി ലഭിച്ച ശേഷമാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് അന്വേഷണം തുടങ്ങാൻ കഴിയുക. അതുവരെ കാത്തിരിക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കുന്നത് 5 ആളുകൾ ഉൾപ്പെട്ട 5 സംഘമാണ് പ്രത്യേകമായി ഈ സംഘത്തിൽ ഉണ്ടാവുക. ADGP H വെങ്കടേഷ് അദ്ദേഹം ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം. മാത്രമല്ല ശശിധരൻ IPS അദ്ദേഹം ഇപ്പോൾ നിലവിൽ തൃശ്ശൂരിലെ പോലീസ് അക്കാദമിയിലെ ഡയറക്ടറാണ്. അദ്ദേഹത്തിന് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ചുമതല നൽകിയിട്ടുണ്ട്. അദ്ദേഹം ആയിരിക്കും അന്വേഷണ സംഘത്തിന്റെ തലവൻ. ADGP H വെങ്കടേഷിന്റെ കീഴിൽ അദ്ദേഹത്തിനായിരിക്കും അന്വേഷണ ചുമതല. ഒപ്പം തന്നെ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ ബിജു രാധാകൃഷ്ണൻ അദ്ദേഹം അവിടുത്തെ ഇൻസ്പെക്ടറാണ്. ഒപ്പം തന്നെ വാകത്താനം പോലീസിലെ അനീഷ് വാകത്താനം പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറാണ്. തൈക്കാട് പോലീസ് സ്റ്റേഷനിലുള്ള സുനിൽ കുമാർ ഈ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് ഈ സൈബർ ക്രൈം. ഈ 5 അംഗ സംഘമാണ് ഈ പ്രത്യേകമായി ഈ കേസ് അന്വേഷിക്കുക. സ്വാഭാവികമായും കോടതി ചില ഗുരുതരമായ ചില നിരീക്ഷണങ്ങൾ കൂടി നടത്തുന്നുണ്ട്. കാര്യം
ഇതൊരു ക്രിമിനൽ സ്വഭാവത്തിലുള്ള മോഷണത്തിന്റെ രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഈ കേസിലെ 7ാമത് റെസ്പോണ്ടൻസ് ആയിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ മാത്രം അന്വേഷണം ഒതുങ്ങി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കാര്യം കുറെ കൂടി വലിയ അന്വേഷണം, പ്രത്യേകിച്ച് ദേവസ്വം ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ പങ്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അഹമ്മദ് മുസ്തബയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.